എല്ലാവർക്കും നമസ്കാരം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന നമ്മുടെ 4th ചാപ്റ്ററിലെ ഒരു പുതിയ കോൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഗോസസ് തിയറം പഠിച്ചിരുന്നു. ഗോസസ് തിയറം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു തിയറമാണ് എന്ന് നമ്മളവിടെ കണ്ടു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോസസ് തിയറം അവിടെ യൂസ് ചെയ്തത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷന് വേണ്ടി മാഗ്നറ്റിസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ഉണ്ട്. ദാറ്റ് ലോ ഈസ് കോൾഡ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഈ ലോ എന്താണെന്നും ഈ ലോയുടെ ആപ്ലിക്കേഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്താണെന്നറിയാൻ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു സർഫസ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ആ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത് ഒരു സർഫസാണ്. സി എന്നത് ആ സർഫസിൻ്റെ ഒരു ബൗണ്ടറിയാണ്. ഇതൊരു ഓപ്പൺ സർഫസും ആ ഓപ്പൺ സർഫസിൻ്റെ ബൗണ്ടറി സി ക്ലോസ്ഡുമാണ്. ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഞാൻ ഐ എന്ന് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബൗണ്ടറിയുടെ വളരെ ചെറിയ ഒരു എലമെൻറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ആ ലെങ്തിനെ നമുക്ക് ഡി എൽ എന്നെടുക്കാം. ആ ലെങ്തിന് ടാൻജൻഷ്യലായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോമ്പണൻറ്റും ആ ലെങ്തും കൂടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അതായത് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ഡി എൽ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഈ പ്രോഡക്റ്റിനെ ഞാൻ ഈ ലൂപ്പിലുള്ള മുഴുവൻ പോയിൻറ്റ്സിലേക്കും ആഡ് ചെയ്തെടുക്കുന്നു എന്നും കരുതും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇൻ്റഗ്രൽ കിട്ടും. ദാറ്റ് ഇൻ്റഗ്രൽ ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൽ പറയുന്നത് ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. Current enclosed by the loop means the current that passes through the loop. So we can state the Ampere's circuital theorem as the line integral of intensity of magnetic field around a closed loop is equal to μ0 times the current enclosed by the loop. ഈ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് എ കറണ്ട്. ഒരു സ്ട്രെയിറ്റ് വയർ ഇമാജിൻ ചെയ്യൂ, ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ. ലെറ്റ് ദാറ്റ് വയർ ക്യാരി സം കറണ്ട്. അങ്ങനെ കറണ്ട് ക്യാരി ചെയ്യുന്ന വയർ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിഗറിൽ നോക്കൂ, നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കാണാൻ പറ്റും. The conductor carries a current I as shown in the figure, and I am considering a point P which is at a distance of R from the conductor. Remember that point is lying outside the conductor. കണ്ടക്ടറിന് അകത്തുള്ളൊരു പോയിൻ്റ് അല്ല, വെളിയിലുള്ളൊരു പോയിൻ്റാണ്. ഇതുപോലെ R ഡിസ്റ്റൻസിലുള്ള പോയിൻറ്റ്സ് ഈ കണ്ടക്ടറിന് ചുറ്റും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൂപ്പ് കിട്ടും. ആ ലൂപ്പിനെ നമുക്കിവിടെ ആംപേരിയൻ ലൂപ്പ് എന്ന് പറയാം. ഈ ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ആ ലൂപ്പിനെ നമ്മൾ ആംപേരിയൻ ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ആംപേരിയൻ ലൂപ്പ് ഈസ് എ സർക്കുലാർ ലൂപ്പ് വിത്ത് റേഡിയസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം ദി കണ്ടക്ടർ ആൻഡ് കണ്ടക്ടർ ബിക്കംസ് ദി ആക്സിസ്. ഈ കണ്ടക്ടറിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ പറഞ്ഞ ആംപേരിയൻ ലൂപ്പിന് ടാൻജൻഷ്യലായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കാണുന്നത് ആ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. അതിന് ചുറ്റും ഞാൻ ആംപേരിയൻ ലൂപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെക്റ്റർ ഡി എൽ ആൻഡ് വെക്റ്റർ ബി ആർ പാരലൽ. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം ദി ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ ഡി എൽ ഈസ് 0. ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷൻസിൽ നമുക്കിത് ആവശ്യമായി വരും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഇക്വേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് ദി ഇക്വേഷൻ. ആ ഇക്വേഷൻ നിങ്ങളോടൊന്ന് എഴുതി നോക്കി. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. നമുക്ക് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ബി ഡോട്ട് ഡി എൽ നമുക്കറിയാം ബി ഡി എൽ കോസ് തീറ്റയാണ് അല്ലേ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ ഡി എൽ. സോ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇൻ്റഗ്രൽ
B dot dl equals closed integral B dl cos theta. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ തീറ്റയുടെ വാല്യൂ ഓഫ് തീറ്റ ഈസ് 0. ത്രൂ ഔട്ട് ദ ലൂപ്പ് തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ cos 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 0 ഈസ് 1. സോ ദിസ് ടേം ബിക്കംസ് closed integral B dl. By symmetry, B has the same magnitude throughout the loop. So B also is a constant. So ഈ ടേമിനെ ഞാൻ ഇതുപോലെ മാറ്റി എഴുതുന്നു B ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. B കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ ഇൻ്റഗ്രലിന് പുറത്തെഴുതിയത്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എൽ? ഡി എൽ നമുക്കറിയാം, ഈ R റേഡിയസ് ഉള്ള സർക്കുലാർ ലൂപ്പിൻ്റെ വളരെ ചെറിയ ഒരു എലമെൻ്റാണ് ഡി എൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ തീർച്ചയായും ഈ സർക്കുലാർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കണമല്ലോ. സോ ഇൻ്റഗ്രൽ ഡി എൽ ഈസ് 2πr. സോ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കുക. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് ബി ഇൻറ്റു 2πr. ആംബിയസ് തിയറത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇനി അവിടെ നമുക്ക് μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് എന്നൊരു ടേം ഉണ്ട്. ഐ എൻക്ലോസ്ഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഇവിടെ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ടും കണ്ടക്റ്റിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും രണ്ടും സെയിം ആണ്. ആ ഫിഗറിൽ നിങ്ങളത് കണ്ടതാണ്. അപ്പോൾ ഐ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഐ. സോ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കൂ. ബി ഇൻറ്റു 2πr ഈക്വൽസ് μ0 ഇൻറ്റു ഐ. ബിക്ക് വേണ്ടിയിട്ട് അതൊന്ന് റീഅറേഞ്ച് ചെയ്യൂ. സോ ബി ഈക്വൽസ് μ0 ഐ ഡിവൈഡഡ് ബൈ 2πr. This is the expression for the intensity of magnetic field at an external point due to a current carrying conductor of infinite length. ഇവിടെ നമ്മൾ ഒന്ന് അറിയേണ്ടത്, even though the conductor is having infinite length, the magnetic field produced by it is finite. R0 അല്ലാത്ത ഏത് ഡിസ്റ്റൻസിലും ബിക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും, കണ്ടക്ടറിന് ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ടെങ്കിലും. ഇനി നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. A horizontal overhead power line carries a current of 90 ampere in east to west direction. What is the magnitude and direction of the magnetic field due to the current 1.5 meter below the line? Okay. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ആൻഡ് ദാറ്റ് പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് ഓഫ് 90 ആംപിയർ. ആദ്യമേ അത് നോട്ട് ചെയ്ത് വയ്ക്കൂ. വാല്യൂ ഓഫ് ഐ ഈസ് ഗിവൺ. ഐ ഈക്വൽസ് 90 ആംപിയർ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറണ്ട് 1.5 meter below the line? So R also is given to you. R equals 1.5 meter. ഓവർഹെഡ് പവർ ലൈൻസ് ഒക്കെ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽസ് μ0 ഐ ഡിവൈഡഡ് ബൈ 2πr. ഐ ഈസ് 90 ആംപിയർ ആൻഡ് ആർ ഈക്വൽസ് 1.5 ഓം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. രണ്ട് വാല്യൂസ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. μ0യുടെ വാല്യൂ അറിയാലോ അല്ലേ. μ0 ഈസ് 4π ഇൻറ്റു 10⁻⁻7 SI യൂണിറ്റ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ ഈ വാല്യൂസ് എല്ലാം. യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. The value of intensity of magnetic field is 1.2 into 10⁻⁻5 Tesla. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്? അങ്ങനെ ഒരു പാർട്ട് കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിലും അത് ഉപയോഗിക്കാം. ഹിയർ യു ഇമാജിൻ ദാറ്റ് you are holding the wire with your right hand such that the extended thumb is in the direction of current. Then the other fingers will curl around in the direction of magnetic field. Okay, ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. So let this is the straight conductor, infinitely long straight conductor. ഇതിന് ഇൻഫിനിറ്റ് ലെങ്ത് ആണ് എന്ന് ഇമാജിൻ ചെയ്യും. And this is the direction of current. Current is flowing in the upward direction. It is strong. There is a magnetic field around this conductor. To find out the direction of that magnetic field, you hold the conductor with your right hand like this. ഇതുപോലെ ഹോൾഡ് ചെയ്യുക. Make sure that your extended thumb is in the direction of current.
നോക്ക്, current is in the upward direction. So I am holding the conductor like this, thumb in the upward direction. Then you see my fingers are curling around the conductor in this direction. So this will be the direction of magnetic field. Clear ആണോ? ഇനി കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിലോ, ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. Now you have to hold the conductor with your right hand like this. Current is in the downward direction. Now you see this is the direction of magnetic field. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ഇൻ ദ ക്വസ്റ്റ്യൻ ദേ സേ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. സോ നമുക്ക് ഈ കണ്ടക്ടറിനെ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാം. കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേഴ്സ് വെസ്റ്റ്. ഇത് കാണാമല്ലോ, വെസ്റ്റിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ബിലോ ദ ലൈൻ. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ബിലോ ദ ലൈൻ ആണ് ക്വസ്റ്റ്യൻ. സോ ഹോൾഡ് ദിസ് കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. ദാ ഇങ്ങനെ ഹോൾഡ് ചെയ്യും. തമ്പ് മസ്റ്റ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഹിയർ കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേഴ്സ് വെസ്റ്റ്. അതുകൊണ്ട് ഞാൻ തമ്പിനെ വെസ്റ്റിലേക്ക് വരത്തക്ക രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. നൗ യു സീ ബിലോ ദ കണ്ടക്ടർ മൈ ഫിംഗേഴ്സ് ആർ ടേണിംഗ് ടുവേഴ്സ് സൗത്ത്. ഈ കണ്ടക്ടറിൻ്റെ താഴെ എൻ്റെ ഫിംഗേഴ്സ് നോക്ക്, അത് സൗത്തിലേക്കാണ് ടേൺ ചെയ്തിരിക്കുന്നത്. സോ ബിലോ ദ ലൈൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് സൗത്ത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് എബോവ് ദ ലൈൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതേ കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. ബിലോ ദ ലൈൻ സൗത്തിലേക്കാണ്. ഈ സർക്കിൾ ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരുമ്പോൾ എബോവ് ദ ലൈൻ ഇറ്റ് വിൽ ടേൺ ടുവേഴ്സ് നോർത്ത്. സോ ഇൻ ദിസ് കേസ് below the line the field is towards south and above the line the field is towards north. ഇനി നമുക്ക് മറ്റൊരു ഡയറക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേഴ്സ് നോർത്ത്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? നോക്കൂ, കണ്ടക്ടറിനെ ഞാൻ നോർത്തിലേക്ക് വെച്ചു. കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേഴ്സ് നോർത്ത്. സോ ഐ വിൽ ഹോൾഡ് ദ കണ്ടക്ടർ ലൈക്ക് ദിസ്. മൈ തമ്പ് ഈസ് ടുവേഴ്സ് നോർത്ത്. സി ബിലോ ദ ലൈൻ മൈ ഫിംഗേഴ്സ് ആർ ടുവേഴ്സ് വെസ്റ്റ്. So below the line the magnetic field is directed towards west. Above the line the magnetic field is directed towards east. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ തന്നെ മറ്റു 1-2 ഡയറക്ഷൻ കൂടി ഇതുപോലെ ട്രൈ ചെയ്യാം. നമുക്ക് വളരെ യൂസ്ഫുള്ളായ കോമണായി യൂസ് ചെയ്യുന്ന 2 മാഗ്നറ്റിക് സിസ്റ്റംസ് ഉണ്ട്. ദോസ് മാഗ്നറ്റിക് സിസ്റ്റംസ് ആർ സോളിനോയിഡ് ആൻഡ് ടോറോയിഡ്. ഇത് രണ്ടുമാണ് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു സോളിനോയിഡ് എടുക്കാം. ഫിഗറിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു സോളിനോയിഡാണ്. സോളിനോയിഡ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളതാണ് സോളിനോയിഡ്. സോളിനോയിഡ് ഈസ് സിംപ്ലി എ പീസ് ഓഫ് ലോങ് വയർ ആൻഡ് ഇറ്റ് ഈസ് വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഇറ്റ് ഈസ് വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ദ ടേൺസ് മസ്റ്റ് ബി വെരി മച്ച് ക്ലോസ് ടു ഈച്ച് അതർ. സോ ദ വയർ മസ്റ്റ് ബി വെൽ ഇൻസുലേറ്റഡ് ഓൾസോ. അപ്പോൾ ഒരു ലോങ് പീസ് ഓഫ് ഇൻസുലേറ്റഡ് വയർ, ഇഫ് ഇറ്റ് ഈസ് വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്, ഇറ്റ് വിൽ ബിക്കം എ ലോങ് സോളിനോയിഡ്. നമ്മൾ ലോങ് സോളിനോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് മസ്റ്റ് ബി ലാർജ് ഇൻ കമ്പാരിസൺ വിത്ത് ഇറ്റ്സ് റേഡിയസ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന സോളിനോയിഡിൻ്റെ ലെങ്തും റേഡിയസും കാണാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദ ലെങ്ത് ഈസ് ലാർജ് കമ്പയർഡ് വിത്ത് ദ റേഡിയസ്, യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ലോങ് സോളിനോയിഡ്. ലെറ്റ്സ് അസ്യൂം a current of I is passed through this long solenoid. The solenoid will produce a magnetic field. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലെ ഫിഗറിൽ കാണുന്നത്. ആ പി എന്ന പോയിൻ്റ് സോളിനോയിഡിന് അകത്ത് വരുന്ന ഒരു പോയിൻ്റാണ്, സോളിനോയിഡിൻ്റെ സെൻറ്ററിൽ വരുന്ന പോയിൻ്റാണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലാണ്. ദാറ്റ് മീൻസ് ദെയർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം. സോളിനോയിഡിൻ്റെ എൻസിലേക്ക് വരുമ്പോൾ നോക്കുക, ലൈൻസിലേക്ക് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സ്പേസിങ് കൂടുന്നു അല്ലേ? അതിൻ്റെ അർത്ഥം അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു എന്നാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബെൻഡ് ചെയ്യുമ്പോൾ ആ മുകളിലെ പോയിന്റ് നോക്കൂ, ക്യൂ എന്ന പോയിന്റ് നോക്കൂ. ദാറ്റ് ഈസ് ലൈങ് ഔട്ട്സൈഡ് സോളിനോയിഡ്. പ്രാക്ടിക്കലി ക്യൂ എന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അതൊരു വെരി ലോങ് സോളിനോയിഡും ടൈറ്റ്ലി വൗണ്ട് സോളിനോയിഡും ആണെങ്കിൽ ക്യൂ എന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്.
സോ നമുക്ക് പറയാൻ പറ്റും ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ഈസ് കൺഫൈൻഡ് വിതിൻ ദി സോളിനോയിഡ്. ഈ സോളിനോയിഡിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റായ പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായി ഈ ഫിഗറിനെ നമുക്കൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സോളിനോയിഡിന് ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ആ പി എന്ന പോയിൻറ്റും ക്യൂ എന്ന പോയിൻറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് ഹാവിങ് ആൻ ഇൻറ്റൻസിറ്റി ബി. ഫിഗറിൽ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ ലെറ്റ്സ് കൺസിഡർ എ ലൂപ്പ്, ആംപീരിയൻ ലൂപ്പ്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ ആംപീരിയൻ ലൂപ്പാണ്. ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് എ ബി സി ഡി എ. ഫിഗറിൽ കണ്ടോ, എ ബി സി ഡി എ എന്ന ഒരു ലൂപ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ സൈഡിലെയും ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാ ബി ഡോട്ട് ഡി എല്ലും കൂടി ആഡ് ചെയ്യും. ദെൻ ഐ ക്യാൻ ഇക്വേറ്റ് ദാറ്റ് ഇൻ്റഗ്രൽ വിത്ത് μ0 I എൻക്ലോസ്ഡ്. ഇങ്ങനെയാണല്ലോ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൽ കണ്ടത്. നമുക്ക് ഓരോ സൈഡാക്കി എടുക്കാം. ഫസ്റ്റ് യു കൺസിഡർ ദ സൈഡ് ബി സി. ബി സി എന്ന് പറയുന്ന സൈഡ് കൺസിഡർ ചെയ്യൂ. അവിടെ നോക്കൂ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ബി ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ. Now you see the figure. What is the angle between B and DL? Yeah, you can see it is 90 degree. So what is B dot DL? B DL cos 90 means 0. അല്ലേ? അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡിലെ ബി ഡോട്ട് ഡി എൽ 0 ആണ്. നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എ ഡി എന്ന് പറയുന്ന സൈഡ് കൂടി നോക്കൂ. എ ഡിയിൽ ബിയുടെയും ഡി എല്ലിൻ്റെയും ഡയറക്ഷൻ നോക്കൂ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ബി and this is the direction of DL. See, angle between them is again 90. So B dot DL will be 0. അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എ ഡി എന്ന് പറയുന്ന സൈഡും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല, ബിക്കോസ് ഓഫ് ദി സെയിം റീസൺ. എലോങ് ദ സൈഡ് സി ഡി ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിൽ ബി 0 ബിക്കോസ് ബി ഈസ് ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു എക്സ്റ്റീരിയർ പോയിൻ്റ് ആണ്. എക്സ്റ്റീരിയർ പോയിന്റിൽ ബി 0 ആണ്. സോ ബി ഡോട്ട് ഡി എൽ വിൽ ബി 0 along CD. That means we have to calculate B dot DL only from A to B. ആ A to B എന്ന ഡിസ്റ്റൻസിനെ നമുക്ക് H എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ തിയറം ഉപയോഗിച്ച് B കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഇക്വേഷൻ നോക്കൂ. ഇൻ്റഗ്രൽ B dot DL ഈക്വൽസ് μ0 ഇൻറ്റു I എൻക്ലോസ്ഡ്. കഴിഞ്ഞ കേസിൽ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാം. Integral B dot DL equals B DL cos theta. Theta is the angle between B and DL. ഈ ഫിഗറിലേക്ക് നോക്കൂ. Along this side, vector B and vector DL are in the same direction. ആണല്ലോ. So theta equals 0. Therefore, this integral becomes B into integral DL. B is constant. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ കണ്ടു, അത് യൂണിഫോം ആണ്. സോ ബി ഈസ് കോൺസ്റ്റൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. ഇൻ്റഗ്രൽ ബി എൽ ഈസ് ഫ്രം എ ടു ബി. സോ നൗ വി ഹാവ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. അതിനായി ലെറ്റ്സ് അസ്യൂം ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ഈസ് n. യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇഫ് സോ ഹൗ മെനി ടേൺസ് ആർ ദെയർ ഇൻസൈഡ് ദ ലൂപ്പ്? ലൂപ്പിന് നോക്ക്, h ലെങ്ത് ഉണ്ട്. സോ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻസൈഡ് വിൽ ബി n ഇൻറ്റു എച്ച്. ഈച്ച് ടേൺ ക്യാരീസ് എ കറണ്ട് I. സോ ദ കറണ്ട് എൻക്ലോസ്ഡ് വിൽ ബി nh ഇൻറ്റു I. ഹിയർ യു ക്യാൻ സീ ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് എൻക്ലോസ്ഡ് ആൻഡ് കറണ്ട് ഇൻ ദ ലൂപ്പ്. ഈ വാല്യൂവും കൂടി നമുക്ക് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്തോളൂ നിങ്ങൾ. സോ ബി എച്ച് ഈക്വൽസ് μ0 NHI. എച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ, ബാക്കി എന്ത് കിട്ടുന്നു നോക്കൂ. ബി ഈക്വൽസ് μ0 NI. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. നമുക്ക് ഈ സോളിനോയിഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് 80 centimeter long has 5 layers of windings
of 400 turns each. If the current carried by the solenoid is 8 ampere, calculate the intensity of magnetic field inside the solenoid near its center. ഒരു സോളിനോയിഡ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. യു ഹാവ് ദ ഇക്വേഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽസ് μ0 ni. μ0 and I നമുക്കറിയാം. I is 8 ampere. Problem is with n. N is the number of turns per unit length. What is the total number of turns? You see, അവിടെ 5 layers ഉണ്ടല്ലേ. Each layer is having 400 turns. അപ്പോൾ ടോട്ടൽ എത്ര ടേൺസ് ആയി? 5 × 400. Length of the solenoid is 0.8 meter, 80 centimeter. So the number of turns per unit length is 5 × 400 divided by 0.8. ഈ വാല്യൂ ബിയുടെ ഇക്വേഷനിൽ യൂസ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഞങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നേക്കാം. ദ ആൻസർ ഈസ് 0.025 ടെസ്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സിസ്റ്റമാണ് ടോറോയിഡ്, ടോറോയിഡൽ സോളിനോയിഡ് ഓർ ടോറോയിഡ്. ടോറോയിഡ് എന്നാൽ ഒരു ലോങ് സോളിനോയിഡിനെ ബെൻഡ് ചെയ്ത് ഒരു സർക്കുലർ ഫോമിൽ വയ്ക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടോറോയിഡ് എന്ന്. ഫിഗറിൽ നിങ്ങൾക്ക് ഒരു ടോറോയിഡ് കാണാം. So toroid is a hollow circular ring on which a large number of turns of a wire are very closely wound. Let a current of I is passed through the toroid. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, the magnetic field due to the toroid is confined only within the toroid. ആ ടോറോയിഡ് എൻക്ലോസ് ചെയ്യുന്ന എം ടി സ്പേസിലോ, അതായത് പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് വരുന്ന സ്പേസിലോ, ടോറോയിഡിന് പുറത്ത് വരുന്ന സ്പേസിലോ, ഞാൻ ക്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ സ്പേസിലോ ഈ ടോറോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഐഡിയൽ ടോറോയിഡ് ആണെങ്കിൽ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടോറോയിഡിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കുലർ ആംപേരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യാം. ഞാൻ ഫിഗറിൽ ആ ലൂപ്പും കാണിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ലൂപ്പ് വെക്ടർ ബി ആൻഡ് വെക്ടർ ഡി എൽ ആർ പാരലൽ. സോ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ ഡി എൽ ഈസ് 0. കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടതുപോലെ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് μ0 × I എൻക്ലോസ്ഡ്. ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ. പക്ഷേ നമുക്കറിയാം തീറ്റ 0 ആണ്. സോ ദിസ് ബിക്കംസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. ഇൻ്റഗ്രൽ ഡി എൽ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്, ഇറ്റ് ഈസ് 2πr. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് ബി ഇൻറ്റു 2πr. ഇനി നമുക്ക് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെയും ഞാൻ അസ്യൂം ചെയ്യുന്നു ദർ ആർ n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ഈസ് 2πr അല്ലേ. സോ ദ total number of turns enclosed by the loop will be 2πr into n. Then current enclosed is 2πr into n into I. This is the current enclosed. ഈ കിട്ടിയ രണ്ട് വാല്യൂസും കൂടി ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് എന്ന ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, സിംപ്ലിഫൈ ചെയ്യൂ, ആൻഡ് യു ക്യാൻ സീ യു ആർ ഗെറ്റിംഗ് ദ സെയിം ഇക്വേഷൻ ബി ഈക്വൽസ് μ0 ni. ടോറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. എഴുതൂ ക്വസ്റ്റ്യൻ. എ ടോറോയിഡ് ഹാസ് എ കോർ ഓഫ് ഇന്നർ റേഡിയസ് 25 centimeter ആൻഡ് ഔട്ടർ റേഡിയസ് 26 centimeter, around which 3500 turns of a wire are wound. If the current in the wire is 11 ampere, what is the magnetic field? 1. The first question. Outside the toroid. 2. Inside the core of the toroid. And C. In the empty space surrounded by the toroid. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് അത് സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ഹിൻറ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൻ്റെയും ലാസ്റ്റ് പാർട്ടിൻ്റെയും ആൻസർ 0 ആണ്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് പാർട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ടോറോയിഡിൻ്റെ മീൻ റേഡിയസ് ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്നർ റേഡിയസ് 25 centimeter എന്നും ഔട്ടർ റേഡിയസ് 26 centimeter എന്നും തന്നിട്ടുണ്ട്. സോ ദ മീൻ റേഡിയസ് വിൽ ബി 25.5 centimeter. ടോട്ടൽ എത്ര ടേൺസ് ഉണ്ടോ നോക്കി.
Total turns is 3500. Current carried by the solenoid is 11 ampere. Okay. കഴിഞ്ഞില്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതൂ. ബി ഈക്വൽസ് mu 0 ni. mu 0 and I. അതിൽ പ്രശ്നമില്ല. We have to calculate n. n is the number of turns per unit length. Length of the toroid is 2 pi r. Total number of turns is n. So the number of turns per unit length will be capital N divided by 2 pi r. ഈ വാല്യൂവും കൂടി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ആസ് ബി ഈക്വൽസ് mu 0 ni. റിമെമ്പർ അത് ക്യാപിറ്റൽ N ആണ്. mu 0 ni ഡിവൈഡഡ് ബൈ 2 pi r എന്ന ഇക്വേഷനായിട്ട് അത് മാറും. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ വിച്ച് ഇസ് ബി ഈക്വൽസ് 0.03 ടെസ്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറവും അതിൻ്റെ 2 ആപ്ലിക്കേഷൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ തിയറവും ഇതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ നന്നായി പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം. അതിനെ ഒരു അസൈൻമെൻറ്റായി ഒന്ന് സോൾവ് ചെയ്തിട്ട് സ്കൂളിലെ സാറിന് സബ്മിറ്റ് ചെയ്യൂ. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ സോളിനോയിഡ് ഈസ് ഡിസൈൻഡ് to produce a magnetic field of 0.027 Tesla at its center. It has a radius of 1.4 centimeter and length 40 centimeter. The wire can carry a maximum current of 12 ampere. First question, what minimum number of turns per unit length must the solenoid have? Second question, what is the total length of the wire required? ഈ സോളിനോയിഡ് ഫോം ചെയ്യാൻ ആവശ്യമായ വയറിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, സോളിനോയിഡിൻ്റെ ലെങ്ത് ആണ് എന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി മാഗ്നറ്റിസത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള 2 ലോസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബയോട്ട്-സേവേർട്ട്സ് ലോയും ആംപിയർ സർക്യൂട്ടൽ ലോയും. ഈ 2 തിയറവും വളരെ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലെ പുതിയൊരു കോൺസെപ്റ്റുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.